ഷാജഹാൻ, സംസ്ഥാനത്തുടനീളം ഉള്ള സാഹചര്യം തന്നെയാണ് ആലപ്പുഴയിലും. ഈ റിബലുകളെ കൊണ്ട് വലയുകയാണല്ലേ കോൺഗ്രസ്? തീർച്ചയായിട്ടും ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിബലുകളാണ്. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന പോരായ്മകൾ, പലർക്കും സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ അവർ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ആലപ്പുഴ നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളുമൊക്കെ തന്നെ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നപ്ര ഡിവിഷനിലാണ്. പുന്നപ്ര ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുന്നപ്ര എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യമില്ല, വളരെയധികം സമര പാരമ്പര്യമുള്ള ഒരു മണ്ണാണ്. ഈ മണ്ണിൽ മത്സരിക്കുന്ന ഇത്തവണ രാഹുലാണ്, DYFIയുടെ നേതാവാണ്. അങ്ങനെ ഒട്ടനവധി സമരങ്ങളിൽ പങ്കെടുത്ത് പാർട്ടി നൽകിയ ഒരു മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് പൊതുവേ ഈ ഒരു മത്സരത്തെ കാണുന്നത്? ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു, കോളേജ് യൂണിയൻ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ വളരെ ശുഭപ്രതീക്ഷയോടെയാണ്, പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, ക്ഷേമ പദ്ധതികളെല്ലാം ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊതുവെ ഇത് കുട്ടനാടും തീരദേശ മേഖലയും കൂടെ ബന്ധപ്പെട്ട് കിടക്കും. അതെ, കുട്ടനാട്, കൈനഗിരി പഞ്ചായത്ത്, നെടുമുടി, ചമ്പക്കുളം പഞ്ചായത്തുകളിലെ വാർഡുകളുണ്ട്. അതുപോലെ തന്നെ പുന്നപ്ര വടക്ക്, തെക്ക്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ സമരഭൂമി ഉൾപ്പെടുന്ന പ്രദേശം. സമരഭൂമി, പുന്നപ്ര വെടിവെപ്പ് നടന്ന സമരഭൂമി ഉൾപ്പെടുന്ന പ്രദേശമാണ്. തീരദേശവും കാർഷിക മേഖലയും എല്ലാം മിക്സ് ചെയ്ത് കിടക്കുന്ന ഡിവിഷനാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ആവേശം പൊതുവെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ? ജനങ്ങളിലേക്ക് ഇപ്പം ഞങ്ങളെല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രവർത്തനത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു അനുഭവം, എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. ഒരാളും നമുക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല. ക്ഷേമ പദ്ധതികൾ, പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെ എല്ലാവരും നന്നായി, നല്ല കാര്യമായി പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ചെറുപ്പക്കാർക്ക് 30 വയസ്സിൽ താഴെയുള്ളവർക്ക് 1000 രൂപ വീതം നൽകാൻ തീരുമാനിച്ചു. ഈ വികസന പ്രവർത്തനങ്ങൾ നാടെങ്ങും വികസന പ്രവർത്തനങ്ങൾ LDF ഗവൺമെൻറ് നടത്തി. ഇതെല്ലാം ജനങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ തട്ടിയ കാര്യങ്ങളാണ്. അതെല്ലാവരും പോസിറ്റീവായി, വലിയ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ വിജയം നമുക്ക് ജില്ലയിലാകെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ, അമ്പലപ്പുഴ ഏരിയയിലെല്ലാം ഉണ്ടാകും. ഇവിടെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് C. ഷാംജി ഉണ്ട്. ഷാംജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മത്സ്യത്തൊഴിലാളി നേതാവാണ്. എങ്ങനെയാണ് ഷാംജി ഇപ്പോഴും ഈ ഇലക്ഷനെ മത്സ്യത്തൊഴിലാളി മേഖല എങ്ങനെയാണ് കാണുന്നത്? മത്സ്യത്തൊഴിലാളി മേഖല നല്ല പ്രതികരണമാണുള്ളത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വിധവാ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുത്തു. 5.25 കോടി രൂപ ഇന്നലെ റിലീസ് ചെയ്ത് മുഴുവൻ പേർക്കും ഇന്നിപ്പോൾ അക്കൗണ്ടിൽ കയറി എല്ലാവർക്കും പെൻഷൻ കൊടുത്തു. മത്സ്യത്തൊഴിലാക്രമണം, പിന്നെ ഇപ്പം നമുക്ക് പുനർഗ്രഹം. അതെ, നമ്മുടെ ജില്ലയിൽ മാത്രം ഒരു 150 കോടിയുടെ പുലിമുട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. 150 കോടിയാണ്. 42 പുലിമുട്ടിൻ്റെ പണി തീർന്നു. അതുകൊണ്ട് വീടും സ്ഥലവും എല്ലാം സംരക്ഷിക്കാൻ പറ്റി. യഥാർത്ഥത്തിൽ കടലോരം സംരക്ഷിക്കേണ്ട സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഒരു ഇലക്ഷൻ ടൈമിൽ തീരദേശത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. കാരണം ഇവിടെ നല്ല പ്രതീക്ഷയാണ്. തീരദേശത്തെമ്പാടും ഈ സർക്കാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. വികസനം, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇതുവരെ ഇല്ലാത്ത വികസനം അവർക്കെല്ലാം നേരിട്ട് അനുഭവമാണ്. പുലിമുട്ടിട്ടോടുകൂടി പ്രശ്നങ്ങൾ തീർന്നല്ലോ. 412 വീട് കടലെടുത്ത് പോയ നാടാണിത് അമ്പലപ്പുഴ. 412 വീട്. ഈ 412 പേർക്കും 10 ലക്ഷം രൂപ വെച്ച് കൊടുത്തു. ഒരാളിന് 10 ലക്ഷം വെച്ച് കൊടുത്ത് എല്ലാവരെയും മാറ്റി താമസിച്ചു. ക്യാമ്പുകളെല്ലാം പിരിച്ചുവിട്ടു. ക്യാമ്പിൽ കിടന്ന് മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുത്തു. ഇതിപ്പം കോളേജിൽ കിടന്ന് കളിച്ച കളിയല്ല, ഇതിപ്പോൾ നാട്ടിലോട്ട് ഇറങ്ങിയപ്പോഴേ. ഇതെല്ലാം പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പല അനുഭവങ്ങളാണല്ലോ. പോസിറ്റീവായിട്ടുള്ള നിലയിലാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഗുരുലാൽ സഖാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മത്സരിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ ദിവസങ്ങളാണ്. എവിടെയാണ് മത്സരിക്കുക? അറവാട് ഡിവിഷനിലാണ്. പൊതുവെ ഒരു പ്രതികരണം, നല്ല പ്രതികരണമാണ്. 9 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളിൽ ഇറങ്ങുമ്പോൾ നല്ല സ്വീകാര്യത തന്നെ കിട്ടുന്ന നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതിപ്പോൾ ഈ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 3 പേരും ഒന്നിച്ചാണ് ഇപ്പോൾ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അതെ, 3 പേരും 3 വോട്ട് കൂടെ ഉള്ളത് കൊണ്ട് 3 പേരുമായിട്ടാണ് ഇറങ്ങുന്നത്. നല്ല പ്രതികരണം. കുട്ടനാട് കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നെല്ല് സംഭരണം വേഗത്തിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ 2000 കോടിയിലധികം കുടിശ്ശികയുള്ളപ്പോൾ നെല്ല് സംഭരണത്തിൻ്റെ പൈസ ഉൾപ്പെടെ PRS സംവിധാനം വഴി കേരള ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കർഷകർക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുകയാണ്. അതേപോലെ കുട്ടനാട് പാക്കേജ്, നമ്മുടെ പുറംബണ്ട് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം സർക്കാർ വളരെ നന്നായി വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ കുട്ടനാട് മേഖലയിലും
തീരദേശത്തും നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളെല്ലാം വളരെ തൃപ്തരാണ്. ഇത് തന്നെയാണ് നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും കാണാൻ സാധിക്കുന്നത്. കാര്യം ഇതിപ്പം പുന്നപ്ര സമരഭൂമിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ലഭിക്കുന്ന ആ ഒരു ഊർജ്ജം ഇതിപ്പം കുട്ടനാടൻ മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ഒക്കെ തന്നെ വളരെയധികം ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെയാണ്.